ഗൈസ് ഞാനിന്നൊരു മൈക്ക്, അതായത് ബെസ്റ്റ് ലേപ്പൽ മൈക്ക്, ചീപ്പ് ആൻഡ് ബെസ്റ്റ് ലേപ്പൽ മൈക്കാണ് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത്. ബിഗിനർ യൂട്യൂബേഴ്സിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ് ഇത് ലേപ്പൽ മൈക്ക്. ഞാനിത് ആമസോണിലാണ് പർച്ചേസ് ചെയ്തത്. അപ്പോൾ എനിക്ക് ഇങ്ങനെ ഒരു കവറിലാണ് കിട്ടിയത്. നമുക്കൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എന്നിട്ട് ഞാനിത് മൈക്കിൽ റെക്കോർഡ് ചെയ്ത വോയിസ് എങ്ങനെയുണ്ടെന്നുള്ളതൊക്കെ നിങ്ങളെ കേൾപ്പിച്ച് തരാം. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ അകത്തിപ്പോൾ ഫസ്റ്റ് നമ്മൾ കാണുന്നത് ഇതൊരു ഇൻവോയ്സ് ആണ്. ഓക്കെ, എനിക്ക് ബില്ല് കിട്ടിയതാണ്. ഓക്കെ, റിമൂവ് ഇറ്റ്. നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മളിപ്പോൾ ഇത് കട്ട് ചെയ്തു. ഫൈൻ. ജസ്റ്റ് ഈ ബാഗിൽ എന്തൊക്കെയാണുള്ളത് നോക്കാം നമുക്ക്. ഓക്കെ, ഒരു കവറിൽ ഒതുങ്ങി പാക്ക് ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഓക്കെ, ഇത് മറ്റേ ബബിൾസൊക്കെ പൊട്ടിക്കുന്ന ഒരു പാക്കറ്റ് ഉണ്ടല്ലോ, ആ ഒരു പാക്കറ്റിലാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് നോക്കാം. ഇതിന് ബോക്സ് ഒന്നുമില്ല. ഞാനൊരു ബോക്സൊക്കെ പ്രതീക്ഷിച്ചു. കുഴപ്പമില്ല, ഞാൻ വാങ്ങിച്ചത് ഒരു 180 റുപ്പീസിനാണ്. അപ്പോൾ ഇതൊക്കെ പ്രതീക്ഷിച്ചാൽ മതി. അതെ, അതിൽ കൂടുതലൊന്നും അവർക്ക് മുതലാവില്ലല്ലോ. ഫൈൻ. ഓക്കെ, സോ ഇതാണ് നമ്മുടെ മൈക്ക്. ഓക്കെ, ഇതൊരു എയർടൈറ്റ് കണ്ടെയ്നറിലാണ് വന്നിരിക്കുന്നത്. ജസ്റ്റ് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, സോ ഇതാണ് ലവലിയർ ലേപ്പൽ മൈക്ക്. ഇതാണ് നമുക്കിവിടെ ഇപ്പോൾ ഡ്രസ്സിലൊക്കെ കോളറിലൊക്കെ കണക്ട് ചെയ്യാനായിട്ട് നമുക്കൊരു ക്ലിപ്പ് കൂടി ഉണ്ട്. ഓക്കെ, പിന്നെ നമുക്കൊരു നോയ്സ് ക്യാൻസൽ ചെയ്യാനായിട്ട് ഒരു ചെറിയൊരു സ്പോഞ്ച് ഉണ്ട് ഇവിടെ, അതായത് ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ടാണിത്. ഓക്കെ, അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്. ഇത് കെട്ടി വെച്ചിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് തുറന്ന് നോക്കാം. ഞാനിപ്പോൾ മൊബൈലിലാണ് ഷൂട്ട് ചെയ്യുന്നത്, അതുകൊണ്ടാണ് ഒറ്റ കൈ കൊണ്ട് ചെയ്യുന്നത് കേട്ടോ. അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. അത്യാവശ്യം ഒരു ബിഗിനർ യൂട്യൂബറിന് ഇത് മതി, ധാരാളമാണ്. ദിസ് ഇസ് മോർ ദാൻ ഇനഫ്. ഓക്കെ, നമുക്ക് നമ്മുടെ ലാപ്പിൽ ഇത് കണക്ട് ചെയ്യാം. എന്തൊക്കെയാണ് പറയുന്നത് ചെയ്ത് നോക്കിയിട്ടില്ല, ഞാൻ ടെസ്റ്റ് ചെയ്തിട്ട് ഞാൻ പറയാം. നമുക്ക് നമ്മുടെ ലാപ്പിൽ കണക്ട് ചെയ്യാനത്, അതുപോലെ തന്നെ DSLR കണക്ട് ചെയ്യാമെന്നാണ് ഇവർ പറയുന്നത്. മൊബൈലിലും കണക്ട് ചെയ്ത് നമുക്ക് ഷൂട്ട് ചെയ്യാം എന്നൊക്കെയാണ് പറയുന്നത്. ഞാനിപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു ഓഡിയോ നിങ്ങൾക്ക് അയച്ചു തരാം. എഡിറ്റ് ചെയ്ത ഓഡിയോ, എഡിറ്റ് ചെയ്യാത്ത ഓഡിയോ എങ്ങനെയുണ്ടെന്ന് നിങ്ങളൊന്ന് കേട്ട് നോക്കാം. ഓക്കെ, നമുക്ക് ഈ സ്പോഞ്ച് ഒന്ന് റിമൂവ് ചെയ്ത് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇതിൻ്റെ ഉള്ളിൽ എന്താ സെറ്റപ്പ് എന്ന് അറിയണമല്ലോ. ഓക്കെ, ഇതൊന്നുമില്ല, ജസ്റ്റ് ഒരു സ്പോഞ്ചാണ് നോയ്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ബാക്ക്ഗ്രൗണ്ട് നോയ്സൊക്കെ. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ ഇതാണ് നമ്മുടെ സ്പോഞ്ച്. പറന്നുപോയി. കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ മൈക്ക്. നമ്മുടെ മൈക്ക്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് ക്യാൻസൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു സ്പോഞ്ച് അവരോട് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഈ ലേപ്പൽ മൈക്കിൽ നിന്നുള്ള നമ്മുടെ ലേപ്പൽ മൈക്കിൽ റെക്കോർഡ് ചെയ്ത വോയിസ് ആണ്. ഞാൻ എഡിറ്റ് ചെയ്യാത്ത വോയിസ് ആണിത്. ഇനി നമുക്ക് എഡിറ്റ് ചെയ്ത വോയിസ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്നത് നമ്മുടെ ലേപ്പൽ മൈക്കിൽ തന്നെ റെക്കോർഡ് ചെയ്തതാണ്. പക്ഷേ ഞാൻ ജസ്റ്റ് ഓഡാസിറ്റി എന്നുള്ള സോഫ്റ്റ്വെയർ കയറിയിട്ട് ബാക്ക്ഗ്രൗണ്ട് നോയ്സ് മാത്രം ഒന്ന് കട്ട് ചെയ്തു, വേറെ എഡിറ്റിംഗ് ഒന്നും ചെയ്തിട്ടില്ല. ആ വോയിസാണ് നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. അപ്പോൾ രണ്ട് തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ? സോ ഇതാണ് ഞാൻ പറഞ്ഞ ഐറ്റം. ജെനറിക്കിൻ്റെ മൈക്കാണത്. ജെനറിക്കിൻ്റെ ലെവലിയർ 3.5 mm ലേപ്പൽ മൈക്കാണ് ഇപ്പോൾ ഇത്ര നേരം നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. നല്ല മൈക്കാണ്. ഞാനിത് വാങ്ങിയപ്പോൾ 189 റുപ്പീസ് ആയിരുന്നു. ഒരാഴ്ച മുമ്പാണ് ഞാൻ ഓർഡർ ചെയ്തത്. ഇപ്പോൾ നോക്കിയപ്പോൾ 119 ഉള്ളൂ, 119 രൂപയേ ഉള്ളൂ. അപ്പോൾ വളരെ ചീപ്പാണ്. പക്ഷേ അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ, നല്ല മൈക്കാണ്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.